ഹലോ ഗായ്സ്, അപ്പൊ നമ്മളുടെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ. അപ്പൊ ഇന്ന് നമ്മുടെ ചെറിയ ആള് നേരത്തെ കാലത്ത് എണീറ്റിക്കണം കേട്ടോ. എന്നാൽ എണീക്കേണ്ട ആൾ അവിടെ കിടന്ന് ഉറങ്ങണുണ്ട്. അപ്പൊ ഒന്നും നോക്കിയില്ല, വേഗം അടുക്കളയ്ക്ക് പോയപ്പോ നമ്മുടെ അമ്മ അവിടെ ലഞ്ചിനുള്ള ഇവർക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ഉരുളക്കിഴങ്ങ് പൊരിക്കാൻ വേണ്ടിയിട്ട് അത് നന്നാക്കി എടുക്കാൻ കേട്ടോ. ചോറ് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, തിളച്ച് മറിയുന്നുണ്ടായിരുന്നു കേട്ടോ ഗായ്സ്. പിന്നെ ചായ റെഡി ആയിക്കണേ. അപ്പൊ ഇന്ന് ദോശയും ചട്നിയൊക്കെ ആയതുകൊണ്ട് ദോശ എല്ലാവരും എണീറ്റിട്ട് ആ ഒരു സമയത്ത് ചൂടാന്ന് വിചാരിച്ചിട്ട് അവിടെ വെച്ചേക്കായിരുന്നു. അപ്പൊ നമ്മുടെ ജൂന എൻ്റെ കയ്യിലിരുന്ന് എല്ലാ കാഴ്ചകളും കണ്ടിരിക്കുകയാണ് ഗായ്സ്. അപ്പൊ നമ്മുടെ ദോശമാവ് നല്ലോണം പൊങ്ങി വന്നു കേട്ടോ. അപ്പൊ അതിക്ക് ഉപ്പിട്ട് കണ്ടുമ്പോൾ നല്ലോണം ഇളക്കിയെടുക്കുകയാണ്, കാരണം അവർക്ക് ചൂടാനുള്ള സമയമായിട്ടോ. അപ്പൊ അങ്ങനെ ഇവർക്കുള്ള മാത്രം ആ ടൈം ചൂടുള്ളൂ. പിന്നെ വീക്കുള്ള ചട്നിയും അവിടെ റെഡി ആയിക്കണം കേട്ടോ. അപ്പൊ അങ്ങനെ യാരിക്കുള്ള ദോശയും ചട്നിയും എടുത്തു കൊടുക്കണം. പിന്നെ യാരിക്കുള്ള ഉരുളക്കിഴങ്ങ് അവിടെ പൊരിക്കണുണ്ട് കേട്ടോ. ജസക്ക് ഇത് വലിയ ഇഷ്ടമല്ല, അപ്പൊ അവള് ചോറ് വേണ്ടെന്ന് ദോശയും ചട്നിയും മതി എന്ന് പറയണം കേട്ടോ. അപ്പൊ അങ്ങനെ ചായയും അതേപോലെ യാരിക്കുള്ള ദോശ അവിടെ നാത്തൂന് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ ലഞ്ചിനുള്ള ചോറ് റെഡി ആയപ്പോൾ ഞാനങ്ങനെ ചോറ് ഊറ്റാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ഓരോരുത്തർ ഓരോ പണികളിലായിട്ട് ഇങ്ങനെ നടക്കാണ്. ജൂന അതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്, അത് വേറെ കാര്യം. അപ്പൊ അങ്ങനെ ഏകദേശം എല്ലാം റെഡിയായപ്പോൾ യാരി ഫ്രഷായി വന്നു. അപ്പൊ അവൾക്കുള്ള ദോശയും ചട്നിയും കൊടുക്കാൻ കേട്ടോ. അപ്പൊ അവള് ചായ കുടിക്കാൻ വരാതെ ഇവിടെ അനിയത്തിനോട് എന്തൊക്കെയോ എൻ്റെ സ്കൂളിൽ അതുണ്ട് ഇതുണ്ട് അവള് പറയുന്ന കേട്ടാൽ അവള് സൂക്ക പോണാന്ന് വിചാരിക്കുണ്ടോ. അപ്പൊ അവർക്കുള്ള സ്നാക്സിന് ഇന്ന് ബ്രെഡും പിന്നെ അതേപോലെ ചോക്ലേറ്റ് ന്യൂട്ടലൻ്റെ പോലത്തെ സാധനം തന്നെയാണ്, പ്യൂർ ഹാർട്ട് എന്ന് പറഞ്ഞാൽ കേട്ടോ. അതും കൂടിയാണ് കേട്ടോ വെക്കണത്. അതേപോലെ പൊട്ടാറ്റോ ബിസ്ക്കറ്റ് ഉണ്ട്, അതും കൊടുക്കണുണ്ട്. പിന്നെ ജസക്കുള്ള ലഞ്ച് ആക്കിട്ടോ, ദോശയും ചട്നിയും. അപ്പോൾ ഇവർക്ക് സ്നാക്സും ലഞ്ചൊക്കെ ആക്കണത് കണ്ട് അവൾക്കും വേണമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അവൾക്ക് ബ്രെഡും ജാമും കൊടുത്തുട്ടോ. ഇനി ഞാൻ യാരിക്കുള്ള ചോറാക്കാണ്. ചോറും പിന്നെ ഉരുളക്കിഴങ്ങ് പൊരിച്ചതും മാത്രം തന്നെ ഉള്ളൂ കേട്ടോ ഇന്ന്. പിന്നെ ഉപ്പിലിട്ടതും മാങ്ങി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും വേണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ ചോറും ഉരുളക്കിഴങ്ങൊക്കെ അവൾക്കുള്ള ലഞ്ച് ആക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പം ആ സമയത്ത് ഉമ്മത സാമ്പാർക്കുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അതേപോലെ ഇതിലൊരു ടിപ്പും കൂടി ഉണ്ട് കേട്ടോ പറയാൻ. ഉമ്മ നോമ്പിന് റെഡിയാക്കി വെച്ച ക്ലീനാക്കി ഫ്രീസറിലാക്കി വെച്ചതാണ് കേട്ടോ മുരിങ്ങക്കായ്. ഇത് എത്രയോ കാലം കണ്ടോ, ഇപ്പോഴും നല്ല ഫ്രഷാണ്. അപ്പോൾ ഇതേപോലെ ആക്കിയെടുത്താൽ മതി. മുരിങ്ങക്കായൊക്കെ കയ്യിൽ കുറേ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ ഇതേപോലെ ക്ലീൻ ആക്കിയിട്ട് ഫ്രീസ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. എന്നാൽ കുറേ കാലം നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ സ്നാക്സും റെഡിയായി. അങ്ങനെ യാരി ഒരു കള്ളത്തിനെ കണ്ടുപിടിച്ചിരിക്കുകയാണ്. അവൾ ഉമ്മമാരുടെ ബാഗ് കൊണ്ട് കളിക്കുന്നു കേട്ടോ. അപ്പോൾ അത് എടുത്തു വെച്ചിട്ട് അതിൻ്റെ ഒരു ബഹളാണത്. അപ്പോൾ നമ്മളങ്ങനെ യാരിനെ ബസ് കയറ്റാൻ പോകാൻ കേട്ടോ. ഇന്ന് ആ ഒരു വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങണ ജസ്റ്റ് ആ ഒരു വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒന്നും അവിടെ ബസ് കയറ്റി വരുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അങ്ങനെ ഞങ്ങൾ യാരിനും ജസനെയൊക്കെ സ്കൂളിൽ പറഞ്ഞയച്ചതിന് ശേഷം ഞങ്ങൾ കോയിനെ വിടുകയാണ് ഗായ്സ്. കോഴിക്കുള്ള തീറ്റയും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ ഞാനും ജോലിയും കൂടി ഇറങ്ങി. അപ്പോൾ ഈ സമയത്ത് ഉമ്മ ഞങ്ങൾക്ക് ചായ കുടിക്കാനുള്ള ദോശയും ഒക്കെ ചൂടാണ് കേട്ടോ. ഓരൊക്കെ സ്കൂൾ പോയതിന് ശേഷം ഞങ്ങൾ ചായ കുടിക്കൽ. അപ്പോൾ ആ നേരത്ത് ചൂടാന്ന് പറഞ്ഞിട്ട് ഉമ്മ അപ്പോഴാണ് ദോശ ചൂടലും പിന്നെ ഞങ്ങൾക്ക് സാമ്പാറും കൂടി കൂട്ടാലെന്ന് വിചാരിച്ചിട്ട് അത് കടയിറക്കലും അങ്ങനത്തെ പരിപാടികളൊക്കെ അവിടെ ഉമ്മ ചെയ്തുകൊണ്ടിരിക്കുന്നു കേട്ടോ. ജൂനക്കവിടെ ചായ കുടിച്ചപ്പോൾ ഹൈദി ഡയറ്റുള്ള പ്രശ്നമാണ് കേട്ടോ. അത് അവളുടെ ഇഷ്ട കാർട്ടൂണാണ് ഹൈദി.
അപ്പം അങ്ങനെ ഞങ്ങളുടെ ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഉമ്മ കുറച്ച് മടക്കി വെക്കാണ്ടിരുന്നു തുണികളൊക്കെ. അപ്പം അതൊക്കെ മടക്കി വെക്കാണ്. ആ സമയത്ത് നാത്തൂനും അടിച്ചു വാരലും കഴിച്ചു. പിന്നെ ഞാൻ അടുക്കള ഒന്ന് ക്ലീൻ ആക്കി കേട്ടോ. പാത്രങ്ങളുണ്ടായിരുന്നു കുറച്ച് കഴുകാൻ. പിന്നെ ബാക്കി ചോറ്, സാമ്പാർ ഒക്കെ റെഡി ആയിക്കണേ. ഇനി ബീഫും കൂടി റെഡിയാക്കാനുണ്ട്. അതിനി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം അതിൽ ഐസ് പോകാനുണ്ട്. അപ്പോൾ അതവിടെ വെള്ളത്തിലിട്ട് വെച്ചാണ്. ഇനി ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. ജൂനനെ ഇപ്പോൾ ഒന്നും അവളെ കുളിപ്പിക്കുക ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അടുക്കള ക്ലീൻ ചെയ്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഇനി ബീഫ് മാത്രമല്ലേ വെക്കാനുള്ളൂ. അപ്പോൾ അത് പിന്നീട് വെക്കാം. അപ്പോൾ ബാക്കി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഈ ഒരു ബോഷിൻ്റെ അടുപ്പ് നമുക്ക് ക്ലീൻ ചെയ്യാൻ നല്ല സുഖാട്ടോ. ഇതിൻ്റെ താഴെയൊക്കെ കാരണം ഇതിനൊരു സ്റ്റാൻഡ് ഉണ്ട്. ഇതേപോലെ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ താഴെയൊക്കെ ക്ലീൻ ആക്കാനും ഒക്കെ നല്ല സുഖാട്ടോ. അതേപോലെ കുക്കിങ്ങും കാര്യങ്ങളും കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഇങ്ങനെ സ്റ്റാൻഡിൽ വെക്കുകയും ചെയ്യാം. സുഖമാണ്. കുട്ടികളൊന്നും വന്ന് തിരിക്കാനും ഇതിനൊന്നും നിൽക്കണ്ടല്ലോ. അപ്പോൾ ഇനി വേസ്റ്റ് കൊണ്ടുപോയിടാനും കൂടി ഉണ്ടായിരുന്നു. പക്ഷെ മഴ ആയതുകൊണ്ട് ഞാൻ വീണ്ടും ഉള്ളിലേക്ക് തന്നെ വന്നു. അപ്പം അത് അവിടെ തുടക്കുന്നുണ്ട്. ഇനി വേസ്റ്റ് കൊണ്ടുപോയിടുക, ആ വീതനൊന്ന് തുടച്ചെടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ പണി. അപ്പം അങ്ങനെ വേസ്റ്റ് കൊണ്ടുപോയിട്ട് നമ്മളുടെ കിച്ചണൊക്കെ ക്ലീനായി. ഇനി ഞാനിതാ അവളെ കുളിപ്പിക്കാനുള്ള പരിപാടിയിലാണ്. അവൾക്ക് ചെമ്പരത്തി ആദ്യം തന്നെ കേട്ടോ തലയിൽ തേക്കല്. മേത്തുപ്പം അങ്ങനെ ഒന്നും തേക്കലില്ല. ഞാൻ MS ഓയിലിൽ സ്കിൻ കെയർ ഓയിൽ ഉണ്ടല്ലോ അതിൽ, അപ്പം അത് വാങ്ങിയാലോ എന്നുണ്ട്. ഇൻഷാല്ലാ അത് തേച്ച് കൊടുക്കണം വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ തലയിൽ മാത്രം തേച്ച് കുടിപ്പിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ പനി ഇന്നലെയൊക്കെ മാറിയിട്ടുള്ളൂ, ആ വാക്സിൻ വെച്ചിട്ടുള്ള. അപ്പം അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഇതാ ജൂനൻ്റെ അഭിനയം കാണാൻ നമുക്കിനി കുറച്ച് നേരം. അവളെ തന്നെ ഇങ്ങനെ വീഡിയോയിൽ കണ്ടിട്ട് പല കോപ്രായങ്ങൾ കാണിക്കാട്ടോ ഗായ്സ്. അങ്ങനെ ജൂനിൻ്റെ കുളി കഴിഞ്ഞ് അവൾക്കുള്ള ഫുഡ് കൊടുക്കാണ് കേട്ടോ. അപ്പം ഉമ്മ ബീഫ് കട്ട് ചെയ്ത് റെഡിയാക്കാണ്. അപ്പം നമ്മൾ ബീഫ് നല്ല മസാലയൊക്കെ ഇട്ട് കുക്കറിൽ അടച്ചു വെച്ച് നല്ലോണം വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാണ് കേട്ടോ അമ്മ. അപ്പോൾ അത് നമ്മളെ ജൂനിൻ്റെ ഫുഡൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ഇട്ട് ഇനി അവളുടെ മേക്കപ്പാണ് കേട്ടോ ഗായ്സ്. അവളുടെ മേക്ക് ഓവറാണ്. അപ്പം എല്ലാം ഇടണം, വല്ലാത്ത ജാതി മേക്ക് ഓവറാണെന്നുള്ളൂ. അപ്പം അങ്ങനെ പൗഡറൊക്കെ ഇട്ട് സുന്ദരി കുട്ടി ആവാണ് നമ്മളെ ജൂനക്കുട്ടി. ഞാൻ കാട്ടിട്ടില്ല, നൂന് നോണ പറയാ. ബാബാ ജൂനെ കാട്ടി. ബാബാ ജൂനെ കാട്ടി. വാവ ഉറങ്ങുന്ന വാവാ ഉറക്ക് ഇന്നേന്നോ? എന്നാ പറയ്, ബാബനെയാണോ ഇഷ്ടം മമ്മനെയാണോ ഇഷ്ടം? ഇമ്മമ്മാനെയാണോ ഇഷ്ടം മമ്മനെയാണോ ഇഷ്ടം? ബാബനെയാണോ ഇഷ്ടം മമ്മനെയാണോ ഇഷ്ടം? ബാബനെയാണോ ഇഷ്ടം ഇമ്മമ്മാനെയാണോ ഇഷ്ടം? പിന്നെ മമ്മനെയാണോ ഇഷ്ടം ദീദിനെയാണോ ഇഷ്ടം? അപ്പം അങ്ങനെ ജൂണിനെ ഉമ്മാൻ്റെ അടുത്താക്കി ഞാനിതാ കുറച്ച് പച്ചക്കറി വാങ്ങാൻ പോവാണ് കേട്ടോ. ഇൻഷാല്ലാ ഡയറ്റ് തുടങ്ങണം വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് കക്കരിക്കും ക്യാരറ്റും അതേപോലെ കുറച്ച് പച്ചക്കറികൾ വേണം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ ഇറങ്ങാം കേട്ടോ. അപ്പോൾ നല്ല മഴയൊക്കെയാണ്. അപ്പോൾ അതിന് പെട്ടെന്ന് ഇവിടുന്ന് അങ്ങനെ ഓട്ടോ കിട്ടില്ല. ഇന്നെന്താണെന്നാവോ പെട്ടെന്ന് തന്നെ ഓട്ടോ ഒക്കെ കിട്ടി. അപ്പോൾ അങ്ങനെ മക്കരപ്പറമ്പ് പോയിട്ട് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങാണ് കേട്ടോ.
ആ പച്ചക്കറീൻ്റെ അടുത്ത് തന്നെ ഒരു ഫ്രൂട്ട്സും ബേക്കറിയൊക്കെ ആയിട്ടുള്ളൊരു കട ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിനും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഇനി നേരെ വീട്ടിൽ കേട്ടോ. അപ്പം നമ്മളങ്ങനെ ഓട്ടോ കയറി. ഓട്ടോ നല്ല വൃത്തിയുള്ളൊരു ഓട്ടോയാണ് കേട്ടോ. നല്ല ഉള്ളൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. വീട്ടിലെത്തിയപ്പോൾ അതാ ഉമ്മ വാതിൽ തുറന്നുതരാനൊന്നും വരുന്ന കാണാനില്ല. അപ്പം എന്താണ് കാര്യം, ജൂന ഉമ്മാൻ്റെ തോളിൽ കിടന്നുറങ്ങിയേക്കട്ടോ. അപ്പം അങ്ങനെ അവളെ കൊണ്ടുപോയി കിടത്തി. പക്ഷേ നോ രക്ഷ, അപ്പം തന്നെ എണീറ്റു. പിന്നെ ഉമ്മ ബീഫ് ചട്ടിയിലിട്ട് ചൂടാക്കിട്ടോ, നമുക്ക് ചോറൊക്കെ കഴിക്കാമല്ലോ വിചാരിച്ചുണ്ട്. അപ്പം അങ്ങനെ ജൂനൻ്റെ ഉറക്കം അതോടെ ഞാൻ കൊണ്ടുപോയി കിടത്തിയോടുകൂടി തീർന്നു. പിന്നെ ഞാനും ഉമ്മയും കൂടി ഫ്രഷായി കഴിഞ്ഞാൽ ചോറ് കഴിക്കാണ്. ചോറും നല്ല സാമ്പാറും പപ്പടം നല്ല ബീഫ് വരട്ടിയതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. സാമ്പാറും ബീഫും ഒക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും നല്ല വീഡിയോസുമായി ഞാൻ വീണ്ടും വരാം. അതുവരെ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.